സ്വാഗതം സ്പീഡ് ന്യൂസിലേക്ക്. അർജുന്റെ മൃതദേഹം ഇന്ന് DNA പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ട്രക്ക് ഇന്ന് രാവിലെ കരക്കെത്തിക്കും. കാണാതായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും. സിദ്ദിഖ് ഒളിവിൽ തന്നെ വ്യാപക തിരച്ചിലുമായി പോലീസ്. എല്ലാ സംസ്ഥാന പോലീസ് മേധാവിമാർക്കും നോട്ടീസ് അയച്ചു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഫോട്ടോ പതിപ്പിക്കാനും നിർദ്ദേശം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നതിൽ തീരുമാനം ഇന്ന്. കേന്ദ്ര സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ലക്ഷദ്വീപ് പട്ടിണിയിലേക്ക്. 1 മാസത്തിലേറെയായി അവശ്യ വസ്തുക്കൾ കിട്ടാനില്ല. കപ്പൽ സർവീസുകളും വെട്ടിക്കുറച്ചു. സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്കായി ഇനി സുരക്ഷിതമായി അന്തിയുറങ്ങാം. കടലിന്റെ മക്കൾക്ക് താങ്ങായി പുനർഗേഹം പദ്ധതി. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഒരുങ്ങുന്നത് 400 ഫ്ളാറ്റുകൾ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിതിൻ മധുകർ ജാംദാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബയോ കണക്ട് വ്യവസായ കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് മന്ത്രി പി രാജീവ്. സംസ്ഥാനത്തെ ആദ്യത്തെ ലഹരി വിരുദ്ധ പാതയുമായി റാന്നി ബദനി ആശ്രാമം സ്കൂൾ. ലഹരിയിൽ യൗവനം മരിക്കാതിരിക്കട്ടെ എന്ന സന്ദേശമുയർത്തിയാണ് ലഹരി വിരുദ്ധ പാത ഒരുക്കിയിരിക്കുന്നത്. ദേശീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായി പത്തനംതിട്ടയിലെ കേരള കർഷക സംഘം പ്രവർത്തകർ. അഖിലേന്ത്യാ കിസാൻ സഭ പാർലമെന്റിന് മുന്നിൽ നടത്തിയ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നടത്തിയ മാർച്ചിൽ 100 കണക്കിന് കർഷകർ പങ്കെടുത്തു. കേരളത്തെ സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കാൻ കൂടുതൽ പഠന വിഭാഗങ്ങൾ ആരംഭിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അടുത്ത അധ്യയന വർഷത്തോടെ പഠിതാക്കളുടെ എണ്ണം 1 ലക്ഷമായി ഉയരുമെന്ന വൈസ് ചാൻസലർ ഡോക്ടർ VP ജഗതിരാജ്. കൊച്ചി മരടിൽ തീരദേശ ലംഘനം നടത്തിയെന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾക്ക് കനത്ത പിഴ ഈടാക്കി തീർപ്പാക്കേണ്ടതായിരുന്നുവെന്ന സുപ്രീം കോടതി ജഡ്ജി BR ഗവായ്. ഫ്ളാറ്റ് ഉടമകളുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെ പരിഗണിക്കുമ്പോഴായിരുന്നു പുതിയ ബെഞ്ചിന്റെ പരാമർശം. ലക്ഷദ്വീപിൽ അവശ്യ വസ്തുക്കളുടെ ക്ഷാമവും യാത്രാ ദുരിതവും തുടർക്കഥയാകുന്നു. പ്രതിസന്ധിക്ക് കാരണം ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ സർവീസുകൾ കുറച്ചത്. മലയാള സിനിമാ മേഖലയിൽ ആദ്യമായി സ്ത്രീകൾക്കായി പരാതി പരിഹാര സെൽ ഒരുക്കി ഫെഫ്ക. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ ഫെഫ്ക പുറത്തിറക്കി. കോട്ടയം മെഡിക്കൽ കോളേജിന് പുതിയ പ്രവേശന കവാടം തുറന്നു. 6.40 കോടി രൂപയുടെ പദ്ധതികൾ നാടിന് സമർപ്പിച്ച ആരോഗ്യമന്ത്രി. ജോൺ ബ്രിട്ടാസ് MPയുടെ ഫണ്ടുകൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് വികസനം സാധ്യമായത്. മലപ്പുറം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്ററുകൾ സ്ഥാപിച്ചു. 2.5 കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. മലയാളി ചാർട്ടേഡ് അക്കൗണ്ടന്റ് അന്ന സെബാസ്റ്റ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ തൊഴിൽ ചൂഷണവും സമ്മർദ്ദവും അവസാനിപ്പിക്കാൻ ഇമെയിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ. 1 ലക്ഷം ഇമെയിലുകൾ അയക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് A റഹീം MP നിർവഹിച്ചു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ 25 വിദ്യാർത്ഥികൾക്കും
കോച്ചിനും കടന്നൽ ആക്രമണത്തിൽ പരിക്ക്. കോളേജ് ഗ്രൗണ്ടിൽ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയെന്ന പരാതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. തെങ്കര സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. കുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ്.